ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. റീസെൻ്റ് ഞാൻ ഇന്നലെ തരണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. റീസെൻ്റ്ലി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. 9th പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി. അതായത് പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്കല്ല പോയത്, ഈ ഒരു ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ് പോയത്. നിങ്ങൾ ആലോചിക്കണം, 9th ഈ കുട്ടി പഠിക്കുന്നത്. 14-15 ഒരു ഏജാണ് ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ 14-15 വയസ്സിൽ ജീവിക്കാൻ പുറപ്പെടുകയാണ്, ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. ആരെ കൂടെ? ടാറ്റായിയുടെ കൂടെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് എന്താ ഈ പറ്റുന്നത്? നിങ്ങളെല്ലാം വിചാരം എന്തെന്നാ? ഈ 9th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങൾ ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ടാറ്റായി നിങ്ങളെ മറ്റേ പൊന്നു പോലെ നോക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ഈ രാത്രി കുറു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും, നിൻ്റെ അച്ഛനേക്കാൾ നിന്നെ ഞാൻ സ്നേഹിക്കും, നിൻ്റെ അമ്മയേക്കാൾ നിന്നെ ഞാൻ സ്നേഹിക്കും, അവരിൽ നിന്നും എനിക്ക് കിട്ടാത്ത സ്നേഹം, പരിഗണന, പിന്നെ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും എന്നൊക്കെയുള്ള അങ്ങനെ അതിൽ വീണ് പോകുന്നതാണോ കുട്ടികളെ നിങ്ങൾ? ആണോ? എനിക്കത് ചിന്തിച്ചിട്ട്, സീരിയസ്ലി ഞാൻ പറയട്ടെ, എനിക്ക് ചിന്തിച്ചിട്ട് എത്തുന്നില്ല ഇത്. 9th ക്ലാസ് പഠിക്കുന്ന കുട്ടി കാമുകന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് എക്സാമിനെന്നും പറഞ്ഞിട്ട് ജീവിക്കാൻ. കുട്ടികളെ, നിങ്ങൾ സ്നേഹിക്കുന്നതും സ്നേഹിക്കാണ്ടിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ വിഷയം ആണ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. നിങ്ങൾക്ക് 9th ക്ലാസ്സിൽ നിന്ന് പ്രേമിക്കാം, 8th ക്ലാസ്സിൽ നിന്ന് പ്രേമിക്കാം, LKG നിന്ന് പ്രേമിക്കാം, പിന്നെ അമ്മേൻ്റെ വയറ്റിൽ നിന്ന് പ്രേമിക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഇറങ്ങിപ്പോയാലേ പറ്റൂ, ഇറങ്ങിപ്പോകാൻ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. 18 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ ട്ടാ. മുട്ടി നിൽക്കുന്ന ടീംസ് 18 വയസ്സും നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ. അതാകുമ്പോൾ നിങ്ങളെ ടാറ്റായിക്ക് കേസ് ഉണ്ടാവില്ല. ഈ പറയുന്ന ടാറ്റായി ഉണ്ടല്ലോ, നിങ്ങൾ ടാറ്റായി, അവർക്ക് കേസ് വരില്ല. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഈ കുഞ്ഞുകുട്ടി, നിങ്ങൾ മക്കളല്ലേ ഇടാ, 9th ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന 14 വയസ്സുള്ള കുട്ടികളല്ലേ ഇടാ നിങ്ങൾ. നിങ്ങൾ ഈ ടാറ്റായിൻ്റെ കൂടെ ജീവിക്കാൻ പുറപ്പെടുമ്പം നിങ്ങൾ ടാറ്റായി അകത്താവും, കമ്പി എണ്ണണം ടാറ്റായി ജീവിക്കാൻ പോകുമ്പോൾ. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് പോയാൽ നിങ്ങളോട് പോലീസുകാർ ചോദിക്കും ടാറ്റായിൻ്റെ കൂടെ പോകണോ അല്ലെങ്കിൽ നിങ്ങളെ ഇത്ര കാലം നോക്കിയ പാരൻസിൻ്റെ കൂടെ പോകണോ എന്ന് ചോദിക്കുമ്പം വാവച്ചി പറയും ടാറ്റായിൻ്റെ കൂടെ പോകണമെന്ന്. അപ്പോൾ ടാറ്റായി കൂട്ടിയിട്ട് പോകും. എന്നിട്ട് കൂട്ടിയിട്ട് പോയിട്ടോ എന്താ, നിങ്ങൾ ഈ 14 വയസ്സിലും 15 വയസ്സിലും 16, 17, 18, 19, 20 വയസ്സിലൊക്കെ നിങ്ങളൊരു ഫാൻറ്റസി വേൾഡിലായിരിക്കും ഈ കുട്ടികൾ ജീവിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് പാരൻസ് ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിൽ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, ഒരു ഫ്രീഡം, പ്രോപ്പറായിട്ടുള്ള ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ, നിങ്ങളോട് എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്റ്റേജ്, സ്നേഹം, പരിഗണന, കാര്യങ്ങൾ ഒക്കെ ആ കുട്ടീനെ കേൾക്കാൻ ഒരു 10 മിനിറ്റ് ഒന്നും സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ചെക്കന്മാർ വന്നിട്ട് വിളിക്കുമ്പോൾ ഈ കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടികളായിട്ട് ഈ പറയുന്ന ചെക്കന്മാർ വന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ്. പാരൻസിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണിത്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ 9th ക്ലാസ് 18 വയസ്സ് പോലും തികയാത്ത കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന കുട്ടികളോടാണ് നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ് ഈ പോകുന്നത്? 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് പ്രേമമല്ല കാമമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഫോണിലൂടെയുള്ള തിയറി ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കുമോ? ടാറ്റായി പറഞ്ഞു കൊടുക്കുമല്ലോ, അടിപൊളിയായിരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന സെക്സ് ആണ് ലോകം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞ ഒരു ലോകവും, അത് കഴിഞ്ഞ് നാളെ എന്നുള്ളൊരു ചിന്തയില്ലേ മക്കളെ നിങ്ങൾക്ക്? അല്ല, എങ്ങനെയാണത്? ഇറങ്ങിപ്പോവുക, ടാറ്റായിലെ കൂടെ 3 ദിവസം ജീവിക്കുക, ഭാര്യയായി ജീവിക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വരാം, അങ്ങനെയാണോ കുട്ടികൾ? നിങ്ങൾ അത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങി പോകുന്നത് 14-15 വയസ്സിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ, ഈ ഫാൻറ്റസിയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും, പിന്നെ ലൈഫ് തുടങ്ങും. അപ്പോൾ ടാറ്റായിക്ക് പണിയും ഉണ്ടാവില്ല. ടാറ്റായിക്ക് പിന്നെ എന്ത് പണിയൊന്നുമില്ല,
കുട്ടികളെ, നിങ്ങൾ സ്നേഹിക്കുന്നതൊക്കെ നിങ്ങളുടെ വിഷയമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ 18-ാമത്തെ വയസ്സിലോ 14-ാമത്തെ വയസ്സിലോ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം. നിങ്ങൾ സിനിമയിലോ സീരിയലിലോ കാണുന്നതല്ല ജീവിതം കേട്ടോ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സോണിലേക്കാണ് നിങ്ങൾ പോവുക. നിങ്ങൾ ടട്ടായിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ വരുന്നത്, അത് വേറെ തന്നെ ഒരു സോണാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സോണിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സോണാണ്. നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന നിങ്ങളുടെ എന്താ പറയുക, പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ തുടങ്ങും. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തുടങ്ങും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ ടാറ്റായിക്ക് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടം, നിങ്ങളുടെ ശരീരമല്ല, ഈ പറയുന്ന കാമമല്ല, പ്രേമമാണ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ വാദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റായി എന്താ ചെയ്യാന്നറിയോ, നിനക്കൊരു 18 വയസ്സാവുന്ന വരെയെങ്കിലും കാത്തു നിൽക്കും. ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 18 വയസ്സാവുന്നവർ. ഈ 10-15 വയസ്സുള്ള കുട്ടീനെയൊക്കെ ഇറക്കി കൊണ്ടുവന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പ്രേമം, സ്നേഹം, ഇഷ്ടം, കാതൽ, മൊഹബത്തിലാവൂ? എങ്ങനെയാണ് കുട്ടികളെ നിങ്ങൾ അതിനെ സ്നേഹം എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പ്രായപൂർത്തിയാവാൻ പോലും നിങ്ങൾ ഈ ടാറ്റായി കാത്തു നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്നേഹമല്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്നേഹിച്ചോളൂ, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 ഉറുപ്പിയെങ്കിലും നിങ്ങളെ കയ്യിൽ ദിവസം ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യത്തിന് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇന്നോവേഴ്സ് എങ്കിലും വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ ടാറ്റായിൻ്റെയോ വേറെ ഒരാളുടെ കയ്യിൽ ഇറക്കേണ്ട ഒരു ഗതികേട് വരാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ജോലി ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലാത്ത പക്ഷം സെക്ഷൽ നീഡ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പുഷ്പം പോലെ, കറിവേപ്പില പോലെ എടുത്ത് കളയും. അപ്പം നിങ്ങൾക്ക് ആരേ ഉണ്ടാവുള്ളൂ? അന്ന് ഓർമ്മയില്ലേ സ്റ്റേഷൻ നമ്മൾ പറയുന്നത്, ടാറ്റായിനെ വേണോ അച്ഛനും അമ്മനും വേണം, അപ്പം ടാറ്റായിനെ ചൂസ് ചെയ്യുമ്പോൾ അപ്പർ സൈഡ് മൊണ്ണകളെ പോലെ തലതാത്തി പോകുന്ന ടീംസ് ഉണ്ടല്ലോ, നിങ്ങളെ പാരൻസ്, അവരേ ഉണ്ടാവുള്ളൂ അവസാനം. അവർ കൈവിടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ നിങ്ങളെ കൊല്ലിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ അല്ലാന്ന് വെച്ചിട്ട് അവരെ മനസ്സ് സമ്മതിക്കുന്നത് നിങ്ങൾ തിരിച്ചു വിളിക്കും. ശരിയാണ്, വിളിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും വിളിച്ചു പോവും, അതങ്ങനെയാണ്. ഇപ്പോഴത്തെ കുട്ടികളെ ഒരു ധൈര്യം അതാണ് കേട്ടോ. ഈ പറയുന്ന ഇറങ്ങിപ്പോക്കുകൾ അല്ലെങ്കിൽ പാരൻസിനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള പോക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ 10 അല്ല 15 ദിവസമല്ല ഈ 2 വർഷം അവൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞിട്ട് വന്നാലും നിങ്ങളുടെ പാരൻസ് നിങ്ങളെ അംഗീകരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, വേറെ നല്ലൊരു ആളിനെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരുന്നൊക്കെ ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. പിന്നെ വേറൊരു ഇന്നത്തെ കാലത്ത് ഒരു കോമഡി എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ലൈക്ക് കണ്ടു പരിചയമുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഈ കുട്ടി വരുന്നു. അപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ ഈ കുട്ടി പോയതിനു ശേഷം എൻ്റെ അടുത്ത് പറയുന്നു ആ കുട്ടി മാരിഡ് ആണ് എന്നൊക്കെ. ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചു, ഐ യു മാരിഡ്? ആൻഡ് ഷീ സെഡ്, ഞാൻ എങ്ങനെ മാരിഡ് ആവും, എനിക്ക് 18 വയസ്സ് ഇപ്പം എനിക്ക് 18 വയസ്സായതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഐ തോട്ട് ആയിരിക്കും എന്തോ. അപ്പം നിങ്ങളെന്തോ കല്യാണം കഴിഞ്ഞു എന്നോ, ബസ്സിൽ പോകുന്ന കാണാറുണ്ടെന്നോ, ഭാര്യ ഭർത്താക്കന്മാരാണോ, അങ്ങനെ എന്തെല്ലോ പറയുന്നത് കേട്ടല്ലോ പറഞ്ഞേ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആരാ പറഞ്ഞേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ? അപ്പോൾ പറഞ്ഞു, അത് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടു എന്നുള്ളത് ശരിയാണെന്ന്. പിന്നെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവന് വേറെ റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ആക്കിയിട്ടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് എത്ര വയസ്സാണെന്നാണ് പറഞ്ഞത്? അപ്പോൾ ഷീ സെഡ്, ഞാൻ 18 വയസ്സ് എന്താന്ന് ചോദിച്ചു. ഞാൻ റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിന്നെ അറിയുന്നു വേറെ റിലേഷൻ. അപ്പോൾ അത് സിംഗിൾ ലൈഫിലേക്ക് മാറി. വയസ്സ് 18 ആയതേ ഉള്ളൂ എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഈ ലോകം ഇതെങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. കുട്ടികളോടാണ് പറഞ്ഞത്, സ്നേഹിക്കുന്ന തെറ്റ് കാര്യങ്ങളൊന്നുമല്ല. ദയവ് ചെയ്തിട്ട് നാളെ നിങ്ങൾ ടാറ്റായി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം കാലിൽ കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അച്ഛനെയും അമ്മേനെയും തള്ളി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെല്ലത്തില്ല. നാണമായ മര്യാദ ഉണ്ടെങ്കിൽ പോവില്ല. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണം, ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ജോലിയെങ്കിലും ആയിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോവാം. പക്ഷേ വേറൊരു അഭിപ്രായം ഞാൻ പറയട്ടെ, ജോലിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഇത് നിൽക്കില്ല അതുള്ളതാണ് വേറൊരു സത്യം. ഇതെന്തെന്ന് വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല, ആകെയുള്ള എന്തെന്ന് ടാറ്റായി പറയുന്ന കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, അതിനോടുള്ള മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ടീംസാണ് ഇങ്ങനെ ഈ പറക്ക മുറ്റുന്നതിന് മുന്നേ പറക്കുന്നത്.
കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും കുട്ടികളോടാണ് ശ്രദ്ധിക്കാം. ഇതുപോലെ തന്നെ കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. ഈ ചെറിയ കുട്ടികൾ 8th 9th 10th +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നാമത് ഈ ഡ്രഗ് യൂസ് ആണ്. അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നു, ഡ്രഗ് യൂസ് ഭയങ്കരമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇവർ കമ്പനി ആയതിനു ശേഷം, റിലേഷൻഷിപ്പിലായതിനു ശേഷം പിന്നെ ഡ്രഗ് യൂസ് തുടങ്ങുന്നു. പിന്നെ അതിലൊരു അഡിക്ഷൻ മൂത്തിട്ട് ഡ്രഗിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ആരെയും ഡ്രഗിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരാളെയും കുറ്റം പറയാനില്ല. നമുക്ക് പോലീസുകാരോ ആൻറ്റി ഡ്രഗ് സ്ക്വാഡിനെയോ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയധികമാണ് ഇപ്പോഴത്തെ ഒരു ഡ്രഗ് യൂസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ഇടയിലുള്ള ഈ ഒരു ഡ്രഗിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. പാരൻസ് ദയവ് ചെയ്ത് കുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് വന്നിട്ട് പറയാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അത് മക്കളെ, നിങ്ങളുടെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മുകളിലുള്ള സംശയമല്ല, നിങ്ങളുടെ മുകളിലുള്ള ഒരു പേടിയാണത്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. എന്തിനാണ് കൂടുതൽ പറയുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ടേൺ 26 ഇയേഴ്സ് ഓൾഡുള്ള ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു? എൻ്റെ ബാഗ് ഇന്നും എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെയല്ലേ ഇത്. ഓക്കെ, അപ്പോൾ പാരൻസ് അങ്ങനെ ചെയ്യണം. തീർച്ചയായിട്ടും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാഗ് ചെക്ക് ചെയ്യണം. കുട്ടികളോട് അന്നത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എക്സാമിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എക്സാമിനാണോ പോകുന്നത്, എവിടെയാണ് പോകുന്നത്, ഗ്രൂപ്പ് സ്റ്റഡീസിന് എവിടെയാണ് പോകുന്നത്, ആ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാരൻസിൻ്റെ കടമയാണ്. എവിടെയെങ്കിലും പോട്ടെന്ന് വിചാരിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. താങ്ക് യു.